വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം ഞാൻ വായിക്കുന്നു. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വാക്യത്തിൽ പ്രധാനമായി 5 കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 1. 4 ജീവികൾ. 4 ജീവികളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നിന്ന് വിശാലമായി നമ്മൾ പഠിച്ചിരുന്നു. അതുകൊണ്ട് 1-ാമത്തെ പോയിന്റിനോട് വിട പറയുന്നു. രണ്ടാമതായിട്ട് ഈ വാക്യത്തിൽ കാണുന്നത് ഓരോന്നിനും 6 ചിറക് ഉണ്ടായിരുന്നു. ചിറക് എന്നതിൻ്റെ എബ്രായ പദം കാനാഫ് എന്നാണ്. ഗ്രീക്ക് പദം പെപ്റ്റെറുക്സ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാക്കുകൾക്ക് തൂവലുകൾ എന്നും അർത്ഥമുണ്ട്. 4 ജീവികളെക്കുറിച്ചുള്ള വർണ്ണന ഇവിടെ തുടരുകയാണ്. ഈ ചിറകുകളെക്കുറിച്ച് അധികം വിവരണം ഇവിടെ പറയുന്നില്ല. എന്നാൽ യെശയ്യാവ് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഒരു ദർശനം കണ്ടു. അവിടെ സറാഫുകളെക്കുറിച്ചും അവരുടെ ചിറകുകളെക്കുറിച്ചും അവർ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുമുള്ള വിവരണം യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ നമുക്ക് വായിക്കുന്നു. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ രാജാക്കന്മാരുടെ രാജാവ് മരിച്ചിട്ടില്ല, അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ 4 ജീവികൾ അവരുടെ ചിറകുകൊണ്ട് 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് ദൈവത്തെ ആരാധിക്കുന്നു. സ്വർഗീയ ജീവികൾ മുഖവും പാദവും മൂടിയെങ്കിൽ യോഹന്നാൻ 4:15 നാം അവൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത് ചിന്തയ്ക്ക് അപ്പുറമാണ്. 3-ാമതായി ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നിന്ന് ഈ പോയിന്റിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. 4-ാമതായി ഈ വാക്യത്തിൽ കാണുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവ്വശക്തിയുള്ള കർത്താവ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നിന്ന് ഈ പോയിന്റിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. 5-ാമതായി ഈ വാക്യത്തിൽ കാണുന്നത് ദൈവം പരിശുദ്ധൻ 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 എന്ന രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവം മാത്രമേ പരിശുദ്ധനായിട്ടുള്ളൂ. വെളിപ്പാട് പുസ്തകം 15:4 നീയല്ലോ ഏക പരിശുദ്ധൻ എന്ന് വായിക്കുന്നു. മനുഷ്യർ ഭൂമിയിൽ പരിശുദ്ധന്മാരല്ല, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വിശുദ്ധന്മാരേയുള്ളൂ. വിശുദ്ധൻ പാപത്തിൽ നിന്ന് കഴുകൽ പ്രാപിച്ചവൻ, പരിശുദ്ധൻ പാപം ലവലേശം ഇല്ലാത്തവൻ. അത് ദൈവം മാത്രമാണ്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യനെ പ്രതിഷ്ഠിക്കുന്നത് ദൈവദൂഷണമാണ്, ദൈവത്തിനെതിരെയുള്ള പാപമാണ്. പരിശുദ്ധൻ എന്ന് പറഞ്ഞ് 2 ആക്കുകയോ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് 4 ആക്കുകയോ ചെയ്യാതെ കൃത്യമായി 3 തവണ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പിതാവായ ദൈവം പരിശുദ്ധൻ, പുത്രനാം ദൈവം പരിശുദ്ധൻ, പരിശുദ്ധാത്മാവാം ദൈവം പരിശുദ്ധൻ. ത്രിയേക ദൈവത്തിന് സ്തുതി കരയേറ്റുന്നതാണ് പരിശുദ്ധൻ എന്ന് 3 പ്രാവശ്യം പറഞ്ഞ് നിർത്തുന്നത്. പിന്നെ ഈ വാക്യത്തിനൊടുവിൽ നമ്മൾ കാണുന്നത് രാപ്പകൽ എന്ന പദമാണ്. എന്ന് വെച്ചാൽ രാവും പകലും എന്ന അർത്ഥമല്ല. കാരണം സ്വർഗത്തിൽ രാത്രി ഇല്ല. ദൈവം നീതി സൂര്യനാണ്. ഇവിടെ ഉദ്ദേശിച്ചത് രാപ്പകൽ എന്നത് നിരന്തരം ഇടവേളയില്ലാതെ എന്നാണ് അർത്ഥം. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഈ പ്രയോഗം ഉണ്ട്. വെളിപ്പാട് പുസ്തകം 4:8, 7:15, 12:10, 14:11, 20:10 ഈ വാക്യങ്ങൾ പഠിക്കുമ്പോൾ രാപ്പകൽ എന്നുള്ളത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തുടർന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം 4:9, 10 വാക്യങ്ങൾ വരുന്ന ദിവസം ചിന്തയ്ക്ക് വിധേയമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.